ഇടുക്കി അടിമാലി കല്ലാറിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നതായി ആക്ഷേപം. 2018 പ്രളയകാലത്ത് ബലക്ഷയം സംഭവിച്ച കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ആരംഭിച്ചത്. നിലവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ച സ്ഥിതിയിലാണ്. സംസ്ഥാന സർക്കാരിന്റെ 1,60,00,000 രൂപയും പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ 37 ലക്ഷം രൂപയും ചിലവഴിച്ചാണ് കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ബലക്ഷയം വന്ന കെട്ടിടം പൊളിച്ചു നീക്കി മൺജോലികൾ നടത്തി. കെട്ടിടത്തിന്റെ ഒരു ഭാഗത്തെ സ്ട്രക്ചർ ജോലികളും പൂർത്തീകരിച്ചു. എന്നാൽ പിന്നീട് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാവുകയായിരുന്നു. കഴിഞ്ഞ മാസങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് സമീപത്തായി മണ്ണിടിച്ചിലുണ്ടായി. ഇതുമൂലമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടതെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. മഴ ഉണ്ടായപ്പോൾ ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുകൾ വന്ന് കുറച്ച് ദിവസങ്ങൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അവിടെയും പഞ്ചായത്ത് അതിവേഗം തന്നെ ഇടപെട്ടുകൊണ്ട് അവിടുത്തെ മണ്ണ് മാറ്റി അധികമായി ഒരു റിട്ടേൺ വാൾ കെട്ടുന്നതിന് വേണ്ടിയുള്ള പണം പഞ്ചായത്ത് ഫണ്ടിൽ തനത് ഫണ്ടിൽ വെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുന്ന സെപ്റ്റംബർ മാസത്തോടുകൂടി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ പരിമിതമായ സൗകര്യങ്ങളിൽ മറ്റൊരിടത്താണ് ആശുപത്രി പ്രവർത്തിക്കുന്നത്. തോട്ടം മേഖലയിൽ നിന്നുള്ള നിരവധി കുടുംബങ്ങളടക്കം ആശ്രയിക്കുന്ന ആരോഗ്യ കേന്ദ്രമാണ് കല്ലാറിലേത്. കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തീകരിച്ച് മേഖലയിലെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ചികിത്സാ സഹായം ഒരുക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ജനം, ഇടുക്കി.